കഴിഞ്ഞ ദിവസം ഞാൻ ഖത്തറിൽ വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർത്തെടുത്തു. ഞാൻ വളരെ മുമ്പ് പരിചയമുള്ള ഒരാളെ. അപ്പോൾ അവിടെയാണല്ലോ അദ്ദേഹം എന്നുള്ള നിലക്ക് അന്വേഷിച്ചു ഒരു പിടുത്തമല്ല. ആരോട് ചോദിച്ചിട്ടും അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമില്ല. പക്ഷെ ആൾ ഇവിടെ അവസാനം ഞാൻ നമ്പർ കളക്ട് ചെയ്ത് അവനോട് വിളിച്ചു, ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ പറ്റിയ സാഹചര്യത്തിലല്ല, ആളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, ഈ മലയാളത്തിലൊരു ഖുതുബ കേട്ടിട്ട് എത്ര കാലമായി ചോദിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. അങ്ങനെ മറുപടി 5 വർഷമായിട്ട് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൾഫിൽ പേടെ മലയാളത്തിൽ ഖുതുബ, അതല്ലേ ഉദ്ദേശിച്ചത്. ഒരു മലയാളത്തിൽ ഒരു ദീനിയായ ഉത്ബോധനം, അതിപ്പോൾ ഈ വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ ഖുതുബകൾ വരുന്നുണ്ടല്ലോ, പ്രസംഗങ്ങൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേൾക്കുക എന്നുള്ള സംഗതിയെ നടക്കണില്ല. അപ്പോൾ ഞാൻ ജുമയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പള്ളിയിൽ കയറിങ്ങൾ ചിലപ്പോൾ പോലില്ല. എന്താ പറയുക അവസ്ഥ എത്തിക്കൂടില്ല. അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ജോലിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതായത് ഈ ജോലിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുമ്പ് ഒരാൾ എന്നെ UK നിന്ന് വിളിച്ചിട്ട് അവൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 17 മണിക്കൂറാണ് ജോലി, തുടർച്ചയായിട്ട് 17 മണിക്കൂറാണ് ജോലി. ചെറിയ ഒരു ഇടവേളകളെ കിട്ടുള്ളൂ, വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ്. ഞാൻ അവിടുന്ന് ശ്രദ്ധ തെറ്റിയാകെ പ്രശ്നം. അപ്പോൾ അയാളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കറക്റ്റ് നിസ്കരിക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് 5 വക്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. ഇല്ലേന്ന് ചോദിച്ചു. അല്ല, കൂട്ടി നിസ്കരിക്കാന്ന് പറയണേക്കലുണ്ടല്ലോ. ആ കൂട്ടി നിസ്കരിക്കാം, ഇങ്ങനെ ഒരു കൂട്ടലില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പറയണത് എന്താ പറയുക, ഞാൻ അപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവർ മാസമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ അവനെന്നെ തോന്നിക്കണത് ശരിയാണോ? അപ്പോൾ ഈ വിളിക്കണത് എന്തിനാ അറിയോ? അതല്ല തമാശ. വിളിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ എന്നൊരു ഫത്വ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെ പറഞ്ഞാലും പിന്നെ പറയും, അത് അങ്ങനെയല്ല, എൻ്റെ ജോലിയാണ് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, അതങ്ങനെയാണ്, അത് ഞാനാണ് തെറ്റിയുണ്ടല്ലോ, ആകെ കമ്പനിയുടെ പ്രശ്നം. അപ്പോൾ ഞാൻ അവനോട് അവസാനം ചോദിച്ചത്, പിന്നെ നിനക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ 17 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യണം. മനുഷ്യന് ഭക്ഷണം കഴിക്കല്ലേ വേണ്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കുറേ കാശ് കിട്ടിയിട്ട് പിന്നെ ഒരു നേരം 10 കിലോ തിന്നാൻ പറ്റില്ലല്ലോ. അവൻ്റെ വയറിനുള്ളിലേ തിന്നാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ഷർട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ, ഒരു ഷൂ അല്ലേ ഇടാൻ പറ്റുള്ളൂ, ഒരു ജോഡി പൈസ ഉണ്ട് വിചാരിച്ചുകൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ അതൊന്നുമില്ല, ഭക്ഷണം ഉപജീവനമാർഗം നടന്നു അത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദുനിയാവുക്ക് നമ്മൾ വന്നത് നമ്മൾ ജോലിക്ക് വേണ്ടിയല്ല. നമ്മളിവിടെ വന്ന വളരെ പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹ് ഈ ദുനിയാവ് ഉണ്ടാക്കിയത്, ഈ ജിദ്ദ ഉണ്ടാക്കിയത്, ഈ സൗദി അറേബ്യ ഉണ്ടാക്കിയത്, ഈ GCC കൺട്രികൾ ഉണ്ടാക്കിയത്, യൂറോപ്യൻ നാടുകൾ ഉണ്ടാക്കിയത്, 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, ഈ അണ്ഡകടാഹത്തെ സൃഷ്ടിച്ചത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതല്ല ജീവിതം. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും മരണശേഷമുള്ള പരലോക ജീവിതമാകുന്നുവെന്നാണ്. അവിടേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാണിത്, പരീക്ഷിക്കുന്ന ഒരു ഹാള് മാത്രമാണിത്. എന്നിട്ട് നമ്മളാണ് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയാണ് എൻ്റെ ജീവിതം മുഴുവൻ. എന്നിട്ട് യഥാർത്ഥ ജീവിതത്തിലുള്ള പാഥേയം, അതിനെക്കുറിച്ചൊരു വിവരമല്ല, അതിന് സമയമല്ല, അതിന് നേരല്ല. ഞാൻ പറയുന്നു, ജോലി നമുക്ക് വേണം, പക്ഷെ ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ആലോചിക്കുന്നത്. ഒരു കരിയർ ഭ്രാന്തിലാണ് മനുഷ്യന്മാർ. കരിയർ ഭ്രാന്ത്, ഞാൻ അങ്ങനെ തന്നെ പറയും. എന്താ ഭ്രാന്ത് എന്ന് പറയുന്നത്? ഇത് സ്ത്രീകൾ ജോലി രംഗത്തേക്ക് വൻതോതിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അടിയിൽ നിന്ന് ഒരാളിനോടൊന്ന് പറഞ്ഞു, മോൾ എത്ര പറഞ്ഞിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. മോള് പറയണ ജോലിയായിട്ട് എന്നിട്ട് കല്യാണം കഴിക്കുന്നു. എന്താ പറയുന്നത്? സ്ത്രീകൾ ജോലി എടുക്കാൻ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് പറ്റുന്ന ജോലി എടുക്കുക, അത് ഹലാലാണ്, അതിന് ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. എല്ലായിടത്തും പാലിക്കുന്ന രീതിയിൽ ഇസ്ലാമിക മര്യാദ അവിടെയും പാലിക്കണമെന്ന് മാത്രമാണ്. പക്ഷെ എന്ന് മുതലാണ് നമ്മൾ ഒരു സ്ത്രീക്ക് ജോലി കിട്ടിയിട്ടേ വിവാഹം വേണ്ടതുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിയത്? പണ്ടൊക്കെ പുരുഷന് ജോലി കിട്ടിയിട്ട് എന്നിട്ട് കല്യാണം കഴിപ്പിക്കാന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, പുരുഷന് ചെലവ് കൊടുക്കൽ മതപരമായി നിർബന്ധമാണ്. സ്ത്രീക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് മതപരമായി നിർബന്ധമാണ്. ആ നിർബന്ധം ആർക്കില്ല? സ്ത്രീക്ക് ഇസ്ലാം വെച്ചു കൊടുത്തിട്ടില്ല. അവൾ ചെലവെടുത്തണം എന്നുള്ള നിർബന്ധമല്ല. പക്ഷെ അത് നമ്മൾ നിർബന്ധം ഉണ്ടാക്കുകയാണ് സമൂഹം. ആ രീതിയിൽ മൈൻഡ് സെറ്റപ്പ് വരികയാണ്. എന്നിട്ടോ പിന്നെ ജോലിയായി, പിന്നെ വിവാഹം നടന്നാലും വിവാഹത്തിന് മുമ്പാണ് കണ്ടീഷൻ വെക്കുക. എന്താ കണ്ടീഷൻ? ഇപ്പം എന്നാലും ഞാനൊരു ഡൈവേഴ്സ് കേസിൽ ഇടപെട്ടു. അപ്പോൾ ഇടപെട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, കല്യാണം കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഒരു 2-3-4 മാസമേ നിങ്ങളെ വീട്ടിലേ നിൽക്കുള്ളൂ.
പിന്നെ എൻ്റെ പ്രൊഫഷൻ നിങ്ങൾക്കറിയാം. ആ പ്രൊഫഷനെ പറ്റിയ ഒരു ജോലി ഒന്നുകിൽ ബാംഗ്ലൂരിൽ, അല്ലെങ്കിൽ UK അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. അവിടെ നമ്മൾ രണ്ടോളം എന്ത് ചെയ്യും, ഒന്നിച്ച് ചെയ്യും. അതായത് നിങ്ങളെ പാപ്പാനിമാരെ നോക്കിയാണ്ട് ഞാനവിടെ എന്ത് ചെയ്യൂല, ഇരിക്കൂല. അപ്പോൾ ഇവൻ പറഞ്ഞു അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു. അപ്പോൾ ഇത് എന്ത് ചെയ്യണില്ല, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് സംഭവം നടക്കണില്ല. അപ്പോൾ അവസാനം പ്രശ്നമാണ്. അപ്പോൾ എന്താ വിഷയം? എന്നിട്ടോ ഇനി അതുപോലെ തന്നെ വേറെ കുറച്ച് ഇഷ്ടം പോലെ കാര്യം. പ്രസവിച്ചിട്ട് 1 വയസ്സ് 1.5 വയസ്സ് അപ്പോൾ ആകുമ്പോഴേക്ക് അത് ഉമ്മാനെ കുട്ടിനെ ഏൽപ്പിച്ചും കണ്ട് അങ്ങോട്ട് പോവുക. ഞാൻ പറയണത് ഇതൊന്നും പട്ടിണി കിടക്കണമല്ല. രണ്ടാളും ജോലിക്ക് പോകാം, പക്ഷേ അവനവൻ്റെ കുട്ടിക്ക് ആ പാല് കൊടുക്കുന്ന സമയങ്ങളിൽ ഒന്ന് പൂർത്തിയാക്കണ്ടേ? ഇതെന്തോ ഒരു ഭ്രാന്ത്. ഈ കാശ് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ കാശ്? എന്നാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയി, എൻ്റെ ചെറിയ കുട്ടിനെയും കൊണ്ട്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്താ പറയുക അവസ്ഥ? പിന്നെ മൊത്തം ആശുപത്രിയിൽ അയാളെ വീടുണ്ട്, ഭയങ്കര വീടുണ്ട്. അവിടെ അടുത്തൊന്നും കാണാത്ത വണ്ടിയും പാർക്കിലുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഇയാളുടെ ഷെഡ്യൂൾ അവിടെ എഴുതി വെച്ചത്. എന്താ ഷെഡ്യൂള്? രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇവിടെ ക്ലിനിക്കിൽ, അതിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരിക്കണം, അവിടെയാണ് ചികിത്സ. പിന്നെ 11 മണി മുതൽ 3 മണി വരെ ഹോസ്പിറ്റലിൽ, പിന്നെ 4 മണി മുതൽ 8 മണി വരെ വീണ്ടും ഇവിടെ. അപ്പോൾ ആളുകൾ പറയുന്ന അയാൾ രാത്രി 11 മണി വരെയൊക്കെ എന്ത് ചെയ്യും, നോക്കലുണ്ട് എന്ന്. അവസാനം റെഡെങ്കിലും എഴുതി വെച്ചിരിക്കുന്നു, ഞായർ അവധി ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളെന്താ ഇയാൾ എപ്പോഴാണ് ഈ കാറ് കയറുക? എപ്പോഴാണ് അയാൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുക? ഈ ഉണ്ടാക്കിയ കാശ് കൊണ്ട് എപ്പോഴാണ് ഭാര്യയും കൂട്ടി ഒന്ന് പുറത്തു പോവുക? ജീവിക്കാൻ മറന്ന മനുഷ്യർ എന്തിനാണ് ഈ കാശ്? എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാക്കി പോകും. ഈ പൈസ എന്തിനാ? പിന്നെ ഞാൻ പറയുന്നത് ഹലാലായ രൂപത്തിൽ ജീവിക്കും സുഹൃത്തുക്കളാണ്. അതിന് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് നമ്മളെ ദീനീ കാര്യം. ഞാൻ എൻ്റെ ഊണ് ഉറക്കും നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് അറിഞ്ഞ ആൾക്കാർ. എന്നിട്ടോ ആ കുട്ടികളെ വല്ല കാര്യത്തിനും കിട്ടിയോ ഇല്ല. എന്ത് കഷ്ടകാലടി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രവാസികൾ എന്ന നിലക്ക് നമുക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ജോലി ചെയ്യുക. നമ്മുടെ നിസ്കാരം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ദീനീ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ പരിപാടി, ഈ പ്രോഗ്രാം ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരാൻ പറ്റുന്ന എത്ര മനുഷ്യന്മാരുണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ അങ്ങടി ഇവിടെ നടക്കുന്നുണ്ടാവും, വെറുതെ ഒരാവശ്യമില്ല, വന്നിരിക്കാൻ തോന്നൂല. അത് ഇതിന് പോയൊരു സമയം പോക്കല്ലേ എന്നുള്ള നിൽക്കണം. അപ്പം ഞാൻ പറയുന്നത്, മതപരമായ കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നൊരു സ്വഭാവം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മുടെ സമൂഹവും രാഷ്ട്രവുമായി ബന്ധിപ്പിച്ച് ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നെല്ലും പതിരും വേർതിരിച്ചറിയുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓരോ സമയത്ത് വാട്സപ്പിൽ എന്ത് ചെയ്യും, വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലേതാ ശരി ഏതാ തെറ്റ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശരിയുണ്ടാവും തെറ്റുണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ ഉള്ള കാലം എന്താ വെച്ചാൽ ചില യൂട്യൂബർമാർ ഇങ്ങനെ കാത്തിരിക്കുക, വേറൊരു പണി അവർക്കില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു മന്ത്രി ഒരു പ്രസ്താവന നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ കാണാൻ അവർ വന്നിട്ട് പിന്നെ യൂട്യൂബിൽ വന്നിട്ട് അതിനെക്കുറിച്ചൊരു വിശദീകരണം. ആ വിശദീകരണം ഞങ്ങൾക്ക് കുറച്ച് വാചാലത ഉള്ള കുറച്ച് ആൾക്കാരും കൂടി ആണെങ്കിൽ ആ പറയണത് എന്താ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ വിഷമവും ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടുകളുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വിശദീകരിക്കുന്ന ബുക്കുകളുണ്ടാവും, ലേഖനങ്ങളുണ്ടാവും, പ്രഭാഷണം, അതിൽക്കൂടെ നമ്മൾ പോകില്ല. എന്നിട്ട് ഇതിൻ്റെ പിന്നാലെ പോയി അബദ്ധത്തിൽ ചാടുന്ന അവസ്ഥ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും രാഷ്ട്രവും രാഷ്ട്രീയവും സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മതപരമായി പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയുന്ന ന്യായമാണെന്ത്, ഈ മതം എളുപ്പമല്ലേ, ഇന്നദീന യുസ്രു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മതം എളുപ്പമാണെങ്കിൽ ഇവിടെ ഈ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും ഇത് പ്രസംഗിച്ച് ഇതിനങ്ങോട്ട് ഏട്ടങ്ങാറാക്കുകയാണ്. നാളെ ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞാണെന്ത്, നമ്മളിപ്പോൾ ഈ നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ സമയത്ത് തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, സക്കാത്ത് ഇങ്ങനെ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. മതം എളുപ്പമല്ലേ, അതൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ആയിക്കൂടെ. അപ്പോൾ ഇതൊരു ഭയങ്കര തെറ്റിദ്ധാരണയെന്നാണ് വർത്തമാനം വരുന്നത്. എന്താ മതം എളുപ്പമെന്ന് പറഞ്ഞാൽ? മതം എളുപ്പമെന്ന് പറഞ്ഞാൽ എളുപ്പമാക്കിയ കുറേ ഉതിറുകൾ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉതിറുകൾ എടുക്കലാണ്. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, മതത്തെ മാറ്റിമറിക്കാൻ പാടില്ല. അത് നമ്മൾ തിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ജമ്മും കസറും ആക്കാം, പക്ഷെ തെറുക്കാക്കാൻ പാടില്ല, കൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. അത് ജമ്മും കസറും സുബൈ കൂട്ടാൻ പാടില്ല ഇല്ല.
ജമ്മു കശ്മീർ ഇല്ലാണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ട് മതം എളുപ്പാക്കില്ല. ഇസ്ലാമിൽ പറഞ്ഞ എളുപ്പത്തെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. അതെടുക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ചില ആൾക്കാർ ജമ്മായി നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ ഉണ്ട്. അത് നമ്മൾ പാടില്ല. അപ്പോൾ എളുപ്പം എന്താ? അപ്പം എന്ത് വേണം? ദീന് പഠിക്കണം. ഇത് പഠിച്ചാലേ കാര്യം, അല്ലെങ്കിൽ വസ്വാസിൽ പെട്ടുപോകും, നമ്മുടെ ദീനിയായ കാര്യങ്ങൾ ശിഥിലമായി പോകും. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്നാളൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഹിജാബിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഹിജാബ് ഒന്നും ഇടില്ല, അള്ള തലയിക്കൊന്നല്ല നോക്കുന്നത്, തട്ടത്തമുക്കൊന്നുമില്ല, അള്ള ഹൃദയത്തേക്ക് നോക്കണം. ആ കുട്ടിയുടെ ന്യായപദ അള്ള ഹൃദയത്തേക്കല്ലേ നോക്കണത്. എൻ്റെ ഹൃദയം പിന്നെ തലയിക്കും തട്ടത്തേക്കും ഡ്രസ്സുക്കൊന്നും നോക്കണില്ല എന്ന് പറഞ്ഞാലേ ആ ഹദീസിനെ വ്യാഖ്യാനിച്ച രൂപം നോക്കി നിങ്ങൾ അല്ലേ, നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ ബേസ് പഠിക്കാതിരുന്നാൽ ഈ കാലഘട്ടത്തിൽ ഓർമ്മിച്ചോളൂ, ഈ പ്രവാസ ജീവിതത്തിനിടക്ക് ബേസ് പഠിക്കാതെ പോയാൽ ഇങ്ങനെയുള്ള ആളുകളുടെ വാചോടാപത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഹിദായത്ത് തന്നെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമികമായ കണിശതയുടെ പേര് പറഞ്ഞ് അതിവാദത്തിലേക്ക് പോകുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇസ്ലാമിൻ്റെ ചില കണിശമായ നിലപാടുകളുണ്ട്. ആ കണിശമായ നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം എന്താവുമെന്ന് വെച്ചാൽ, ആ ഇസ്ലാം ഒരു കുടിസാണ്, ഒരു ജയിലാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അവസ്ഥയും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ എന്താ, ഇന്നദ്ദീന യുസ്റുൻ വലൻ യുസാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു എന്ന്. മതം എളുപ്പമാണ്, അതിനാരെങ്കിലും ടൈറ്റാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ മതം പരാജയപ്പെടുത്താതിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇസ്ലാം എളുപ്പമാണെന്ന് പറഞ്ഞത് നമ്മൾ എളുപ്പമായിട്ട് എടുക്കണം. അതല്ലാതെ നമ്മളെ ഭാഗം എല്ലാം ടൈറ്റാക്കി പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളെ വിളിച്ചുണർത്തുന്ന രൂപവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ രൂപത്തേക്ക് പോയി കഴിഞ്ഞാൽ മതത്തിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുക ചെയ്യും. അപ്പം അതും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് എന്ത്, നാം പരന്ന വായനയുള്ളവരായി മാറുന്നത്. യഥാർത്ഥത്തിൽ പരന്ന വായനയല്ലല്ലോ വേണ്ടത്. എന്താ വേണ്ടത്? ആഴമുള്ള വായനയാണ് വേണ്ടത്. പരന്ന വായന എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൽ കാണുന്ന കുറേ ചപ്പ് ചവറുകൾ, അഡ്രസ്സില്ലാത്ത വായനക്കാണ് അത് പറയാം. ശരിക്കും ആഴമുള്ള വായന നമ്മൾ വായിച്ചാൽ നമുക്ക് ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ കഴിയും. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പം ഇന്ന് ഓഡിയോ ബുക്ക് ഇവിടെ അവതരിപ്പിച്ചില്ലേ അല്ലേ, നീ പിന്നെ അത് വായിക്കാൻ കഴിയാത്തവർക്ക് അത് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നേർപ്പദം എന്ന് പറയുന്നത് ഇതിൻ്റെ മുഖപത്രമാണ്. ആനുകാലികമായി ഉണ്ടാകുന്ന വിഷയങ്ങളെപ്പറ്റി അതിനെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന വാരികയാണ് നേർപ്പദം. നിങ്ങൾക്കത് ഓൺലൈനിൽ വായിക്കാം, വീട്ടിലേക്ക് ഒരു കോപ്പി നിങ്ങൾക്ക് ചേർക്കാം. ഇത് സംഘടനാപരമായിട്ട് ഒരു അറിയിപ്പ് നിങ്ങൾക്കല്ല ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നെല്ലും പതിനും വേർതിരിച്ച് മനസ്സിലാകണമെങ്കിൽ ആഴമുള്ള വായന വളരെ പ്രധാനമാണ്. അങ്ങനെ വായിച്ചെങ്കിൽ മാത്രമേ, നമ്മളും നമ്മുടെ കുടുംബവും വായിച്ചെങ്കിൽ മാത്രമേ ഈ മലവെള്ളപ്പാച്ചിലിൽ, ലിബറലിസത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ, ശിർക്ക് വിദഗ്ധരുടെ മലവെള്ളപ്പാച്ചിലിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു കൃത്യമായ ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇന്ന് പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ നേർപ്പദം വാരിക ചേർത്തുക്കണമെന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചേർക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യുക. ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചേർക്കാൻ പറ്റും. അതിനോട് കയറി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഗൂഗിൾ പേയിൽ ക്യാഷ് കൊണ്ട് അയച്ചു കൊടുത്താൽ റെസിപ്റ്റ് വരും. ഇത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കോണി ഇറങ്ങി പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യം. അത് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ റാപ്പർ പൊട്ടിക്കൂടിയും വേണം. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ, അതൊക്കെ എന്തോ ചെയ്താലേ, എന്നിട്ട് ഇങ്ങനെ ചെന്നാൽ ഇപ്പം നമ്മൾ വീടുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചില വീട്ടിലൊക്കെ. ആ രീതി പറ്റില്ല. ഇത് വാങ്ങാത്തൊരു വാങ്ങണം, വാങ്ങിയവർ പൊട്ടിക്കണം, പൊട്ടിച്ചവർ വായിക്കണം. മനസ്സിലായോ? അപ്പോഴേ ഇതൊക്കെ കൊണ്ട് എന്ത് ഉപകാരം ശരിക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന ഓഫറുമായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ ചില ആളുകൾ കടന്നു വരാറുണ്ട്. ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയേണ്ട, വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് 3 ടീമായിട്ട് വേർതിരിക്കുക. ഒന്ന് വേട്ടക്കാർ. ആരാ വേട്ടക്കാർ? സംഘപരിവാറും തീവ്ര വലതുപക്ഷ ആളുകളും. അവരിന്ന് മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി. ശരിയാണ്, വേട്ടക്കായി ഇറങ്ങിയിരിക്കണം. ഒരുപാട് ആന്തരിക നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 10 വർഷമായി ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം. രണ്ടാമത്തെ ഇരകൾ. ആരാ ഇരകൾ? മുസ്ലിം കമ്മ്യൂണിറ്റി ഇരകൾ. മൂന്നാമത്തേതാരാ? ഈ വേട്ടക്കാരിൽ നിന്ന് ഇരകളെ സംരക്ഷിക്കുന്ന സംരക്ഷകർ. ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകർ. അപ്പൊ ഈ സംരക്ഷകർക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണമെങ്കിൽ, അവർക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ടാകണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈ 2 ഇവിടെ നിലനിൽക്കണം. നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുന്നുണ്ടോ? വേട്ടക്കാരും ഇരകളും നിലനിൽക്കുമ്പോഴേ സംരക്ഷകർക്ക് അവിടെ സ്പേസ് ഉള്ളൂ. ഇപ്പൊ ഭാര്യ ഭർത്താവും തെറ്റിയാൽ നന്നാക്കാൻ ഞാൻ ഉണ്ടാവുന്ന അയലോക്കാരും എന്ന് പറഞ്ഞാൽ, തെറ്റുമ്പോഴല്ലേ ഒരു ചാൻസ് ഉള്ളൂ അവിടെ. ഇതിലുണ്ടാവും ഒന്നായാലോ
അയലോക്കാരുടെ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലെ എന്നും ഇവിടെ വേട്ടക്കാരുണ്ടാകണം, എന്നും ഇവിടെ വിരകൾ ഉണ്ടാകണം. അപ്പോഴേ സംരക്ഷകർക്ക് അവരുടെ റോളുള്ളൂ. ആ സംരക്ഷണം സമുദായത്തിന് ആവശ്യമില്ല. നമുക്കിവിടെ പറയാനുള്ളത്, സംഘപരിവാർ ഇന്ന് വേട്ടക്കാരാണ്, തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ വേട്ടക്കാരാണ്. പക്ഷേ ആ വേട്ടക്കാർ ഇന്ന് ഭരണഘടനയ്ക്കെതിരെയാണ് അവർ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ അടിയാധാരങ്ങൾക്കെതിരെയാണ് അവർ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തെ മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവരെയുമാണ് അവർ വേട്ടയ്ക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളെ മാത്രമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ സംരക്ഷക റോളിൽ വരുന്നവരും അവരുടെ ഇരകളാണ്. അവരെണ്ണിയ കൂട്ടത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആയിട്ട് ഇവർ എണ്ണിയിട്ടുണ്ട്. ഞങ്ങളെ ശത്രുക്കൾ ആരാന്ന ലിസ്റ്റ് എണ്ണിയിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിൽ മുസ്ലിങ്ങൾ പറഞ്ഞ ശേഷം എണ്ണിയിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇവരുടെ ഇരകൾ. ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളും ഇവിടെയുള്ള എല്ലാവരും, അതോടൊപ്പം മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും സമുദായവും എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് ഈ ഒരു തീവ്ര വലതുപക്ഷത്തെ പരാജയപ്പെടുത്തേണ്ടത്, നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തേണ്ടത്. ഈ കാഴ്ചപ്പാട് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അല്ലാതെ നമ്മളെ സംരക്ഷിക്കാൻ വേറൊരു വിഭാഗം എന്ന രീതി, അവർക്ക് അതിനർത്ഥം എന്താ? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്, അവർക്കും പ്രശ്നമുണ്ട് എന്ന കാഴ്ചപ്പാട് നമുക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ. മറ്റൊന്നെന്താ വെച്ചാൽ, ഈ സംഘപരിവാറിന്റെ ഭീഷണിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അവസാനം ഓടിക്കയറുന്ന കൂടെ ഏതാ? ലിബറലിസത്തിന്റെ കൂടാണ്. ഈ ഒരവസ്ഥയും ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മെ ഒരു ചെന്നായ കടിക്കാൻ വേണ്ടി ഓടിച്ചു, അതിൽ നിന്ന് ഓടിയിട്ട് നമ്മളൊരു പുലിന്റെ മുന്നിൽ പോയി പെട്ടാലോ? പിന്നെ അതുണ്ടെന്ന കാര്യം. യഥാർത്ഥത്തിൽ തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, പക്ഷെ ഇവിടെ വേണ്ടാന്ന്. നിങ്ങൾ ഈ മതം കൊണ്ട് എന്ത് ചെയ്തോളി? ഇളകിയാൽ പറയും പാകിസ്ഥാനിൽ പോയിക്കോളൂ, അല്ലേ? ഇവിടെ നാട് വിട്ടു പോകണം എന്നാണ് ഇവർ പറയുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിക്കോ, നിങ്ങളെ മതം കൊണ്ടുപോയിക്കോളി. എന്നാൽ ഇവർ ലിബറലിസത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുക, പക്ഷെ നിങ്ങളെ മതങ്ങൾ ഒഴിവാക്കണം. മനസ്സിലായോ? മതം ഒഴിവാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മതപരമായി ജീവിക്കണം. ഒരു സ്ത്രീ ഭർത്താവ് പറഞ്ഞു, അയാളെ വലിയ മിടുക്കായിട്ട് പറഞ്ഞു, എന്ത്? ഞാൻ എൻ്റെ ഭാര്യനെ വരച്ചോടത്ത് നിർത്തും. ഭയങ്കര ഇതായിട്ട് ഞാൻ വരച്ചോടത്ത് അവളെ നിർത്തുന്നു. അപ്പൊ സംഭവം വരച്ചോടത്ത് നിർത്തലുണ്ട്, പക്ഷെ ഭാര്യനെ വരക്കുക. മനസ്സിലായോ? വരക്കൽ അവളാണ്, പിന്നെ നിർത്താൻ വല്ല പണിയില്ല. അതേപോലെ അവർ പറയുന്നത് പോലെ നമ്മൾ മതമനുസരിച്ച് ജീവിക്കണം. അവർ പറയുന്നത് പോലെ മതത്തിന്റെ ആഘോഷങ്ങൾ നിർവഹിക്കണം. എല്ലാ മതത്തിന്റെ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ ഏകദൈവ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പറയാൻ നിബന്ധനകൾ നമ്മളെ മുന്നിലേക്ക് വെക്കും. അതേപോലെ തന്നെ ഇവിടെ ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമും, നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും. നിങ്ങൾ നല്ല മുസ്ലിങ്ങളാണ്. നല്ല മുസ്ലിങ്ങളാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓർമ്മ വരുന്ന 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുക്കുക, ശരിക്കുള്ള ഹിജാബ് ഇടുക, അല്ലേ? പുരുഷന്മാരാണെങ്കിൽ താടി നീട്ടുക. ഇങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക് നടക്കുന്ന ആൾക്കാരാണെന്ന് നല്ല മുസ്ലിങ്ങൾ എന്നല്ലേ നമുക്ക് തോന്നുക. എന്നാൽ ഈ പറഞ്ഞ അടയാളങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവരാണ് ഇന്ന് ചീത്ത മുസ്ലിങ്ങൾ. പിന്നെ ആരാ നല്ല മുസ്ലിങ്ങൾ? നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടേക്കനുസരിച്ച് രൂപം മാറുക. ഇപ്പോ ഒരു DJ പാർട്ടിയിൽ കിടത്തിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ കൊടിമടിയൊക്കെ അവിടെ വെച്ചിട്ട് ആ DJ പാർട്ടിയിൽ നിറഞ്ഞാടണം. അവിടുന്ന് കിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നപ്പോൾ ഒരു പള്ളിയെ കാണുന്നത്. അപ്പൊ വേഗം തൊപ്പിക്കിട്ട് ഭയങ്കര ഉസാറായി പള്ളി നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. എന്തോ ഒരു കണ്ട ഈമാൻ ഇങ്ങനെ ഒറ്റ വീണ രീതിയിൽ. ഒരു ഭാഗത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിൽ ഇടകലർന്ന് ആടിപ്പാടി വേണമെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലേ? മറുഭാഗത്തോ അതേ ആള് തന്നെ ഭയങ്കര ഈമാനും ഭക്തി ചെയ്തിട്ട് ഇത് രണ്ടും ഇങ്ങനെ ചിത്രീകരിക്കുക, ഫോട്ടോ എടുക്കുക ക്യാമറയിൽ. എന്നിട്ട് ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് അപ്പൊ എന്തായി? അവസരത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും വേഷഭൂഷാദികളും മാറ്റിമറിക്കുന്ന ഒരു സ്വഭാവം. ഒരു സ്ഥലത്ത് കാണുമ്പോൾ നല്ല ഹിജാബില സ്ത്രീനെ എങ്ങനെ കാണും, അതേ സ്ത്രീനെ തന്നെ എന്ത് ചെയ്യും? അവരുടെ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കുലത്ത് കാണും. അങ്ങനെ പറ്റുന്നിടത്തേക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ബൊഫേ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇനി നല്ല മുസ്ലിങ്ങൾ. ആ നല്ല മുസ്ലിങ്ങളാവുമ്പോഴേ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ അവർ വരക്കും. മനസ്സിലാവുന്നു? ഇതിങ്ങനത്തെ ഒരു ക്രൈസിസ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
മുന്നോട്ട് പോകേണ്ടത്. കാരണം ഈ മതരഹിത ജീവിതം, ഒരു മതരഹിത സമൂഹം ഉണ്ടാക്കാനാണ് ലിബറൽ സമൂഹം ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകില്ല, അത് ചില്ലറ വിഷയമല്ല. അതായത് നമ്മുടെ പുതിയ തലമുറയെ മതവിശ്വാസത്തിൽ നിന്നും പറിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവാസ ലോകത്ത് കഠിനാധ്വാനം ചെയ്തു, നിങ്ങൾ ഊണും ഉറക്കില്ലാതെ വിഷമിച്ചുണ്ടാക്കുന്ന ഈ പണം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. കാരണം നിങ്ങൾക്ക് ഇത്ര കാശ് വേണ്ട, അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ മൂത്ത മകന് കൂടിയാണ്, നിങ്ങളുടെ രണ്ടാമത്തെ മകന് കൂടിയാണ്, നിങ്ങളുടെ മരുമക്കൾക്ക് കൂടിയാണ്. പക്ഷേ ഈ ആളുകൾക്കൊന്നും ദീനിയായ മതപരമായ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ അധ്വാനിച്ച കാശ് അതുകൊണ്ട് എന്ത് പ്രയോജനം പിന്നെ ഉണ്ടാകും? ഒന്ന് ആലോചിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ട സംഗതി എന്താ? നമ്മളെ ദീനി കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റെല്ലാം കൊടുക്കുന്നതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അത് ഉണ്ടാക്കുമ്പോഴാണ് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യുക, വില ഉണ്ടാവുകയുള്ളൂ എന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഓർമ്മയുണ്ടാകും. പിന്നെ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്യുന്നത്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു പ്രത്യേക മുസ്ലിം സംഘടനയെയൊക്കെ നാട്ടക്കുറ്റിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഖിലാഫത്തിനെയും ഒക്കെ ഇങ്ങനെ ചീത്ത കൊടുക്കുക. ചീത്ത എങ്ങനെ പറയാം? ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിനല്ല ചീത്ത അറിയണം, ആ സംഘടനയാണ് ചീത്ത അറിയണം, അപ്പൊ പിന്നെ ആരും ഒന്നും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ശൈലി ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. എന്നാൽ അതിന്റെ മറുവശം എന്താ? മറുവശം അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറ്റിയാക്കി ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അംഗീകരിക്കാൻ പറ്റില്ല. അതിനർത്ഥം ആ സംഘടനയ്ക്ക് ഇസ്ലാമികമായ തകരാറ് അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക, അത് വിമർശിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നത് ഇതിന് എതിരല്ല, ഈ പറഞ്ഞതിനെതിരല്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ചുറ്റുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മുസ്ലിം സംഘടനകളൊക്കെ വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയായിട്ട് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്ത ആശയങ്ങൾ അതുകൊണ്ടാണ്. അപ്പൊ ഈ വ്യത്യസ്ത ആശയങ്ങൾ പരസ്പരം ഡിബേറ്റ് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും, തിരുത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, സംവാദത്തിൽ ഏർപ്പെടേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ, അവിടെ മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം, മാന്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാത്രം. എന്നാൽ ഇസ്ലാമോഫോബിയ വളർത്താൻ, വർഗീയത ആരോപിക്കാൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതിന്റെ ആദർശത്തെയും വിശ്വാസത്തെയും ഇല്ലായ്മ ചെയ്യാൻ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് ഇന്ന് കേരളത്തിൽ മുസ്ലിം സംഘടനകൾ മൊത്തം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വേണം. മനസ്സിലായിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഈ ഫാസിസത്തിന്റെ കാലത്ത്, സംഘപരിവാറിന്റെ കാലത്ത് മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, അത് ചോദിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, ഓരോരുത്തരും വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയും സമ്മേളനവും പള്ളിയും മദർസയൊക്കെ ആയിട്ട് മാറാൻ കാരണം എന്താ? സിലബസ് ഒക്കെ മാറാൻ കാരണം എന്താ? അത് അടിസ്ഥാനപരമായി വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നായ പോലെ ഇതിനെ വേറിട്ടേണ്ട കാര്യം. പക്ഷെ ആ വ്യത്യാസം പറയുമ്പോഴേക്കും ഈ കാലത്ത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല. ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതായിരിക്കണം പുതിയ കാലഘട്ടത്തിന്റെ മുഖമുദ്ര എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ്? ഒരേ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വിശ്വാസപരമായ ആചാരപരമായ ആ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് നല്ല ഭാഷയിലായിരിക്കണം, ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഒന്നിച്ച് ആക്രമിക്കാൻ വേണ്ടി അപ്പുറത്തു നിന്ന് ആരൊക്കെ ഒരുങ്ങി വരുന്നുവോ അവരെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും സംഘപരിവാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയാതിരിക്കരുത്. മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് ആ തർക്കത്തിൽ അഭിരമിച്ചുകൊണ്ട് സംഘപരിവാറും ടീമും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീഷണിക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുക എന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു, പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് ഭരണഘടനാപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉയർത്താൻ അവർക്ക് അവകാശമുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികളൊക്കെ അങ്ങനെ തന്നെ പറയട്ടെ. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ,
ഒരു സ്കൂളുകളിൽ സൂംബ ഡാൻസ് കൊണ്ടുവന്നൊരു സന്ദർഭമുണ്ട്. അതിൻ്റെ വിഷയങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? അതിന് നമ്മൾ വിമർശിച്ചിരുന്നു. അതിൻ്റെ പേരിൽ കുറേ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇവിടെയുള്ള മതനിരപേക്ഷ പക്ഷത്തുള്ള സംഘടനകൾ വന്നിട്ടു അദ്ദേഹത്തിന് അത് പറയാൻ ഉള്ള ജനാധിപത്യപരമായ അവകാശമുണ്ടല്ലോ, നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിയാണ്, അതാണ് എൻ്റെ റൈറ്റ്. പക്ഷേ മുസ്ലിം സംഘടനകൾ അങ്ങനെയാണോ പറയേണ്ടത്? അത് മാത്രമാണോ പറയേണ്ടത്? മുസ്ലിം സംഘടനകൾ പറയേണ്ടത് എന്താ? ആ പറഞ്ഞ കാര്യം ഇസ്ലാമികമായി, ആ കൊണ്ടുവന്ന നിയമം, ആ കൊണ്ടുവന്ന തീരുമാനം ഇസ്ലാമികമായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടത് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കും സമുദായ രാഷ്ട്രീയത്തിന്റെയും ഉത്തരവാദിത്വം. അത് പറയാനുള്ള ആർജവം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവരും കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണോ ശരിയാണോ വേറെ വിഷയം, ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ഭരണഘടനാപരമായി അദ്ദേഹത്തിന് പറയാനുള്ള അവകാശത്തിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയേണ്ടത് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾ അങ്ങനെ പറഞ്ഞവർ. അവരെന്റെ ദീന് പറയണമെന്നില്ല, അവരെന്റെ ഇസ്ലാം പറയണമെന്നില്ല. പക്ഷേ മതസംഘടനകൾ അതിന്റെ ദീനാണ് പറയുന്നത്. ആ ദീനി കാഴ്ചപ്പാടിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി ഏതൊരു നിയമം കൊണ്ടുവന്നോ അത് വളരെ മണിക്കൂറുകൾക്കുള്ളിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരമായി മാറും. ഞാനധികം തെളിവൊന്നും പറയുന്നില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കടന്നു വന്നത് നിങ്ങൾക്കറിയില്ല. ആദ്യം കേരളത്തിൽ ചർച്ചയായത് ബാലുശ്ശേരി സ്കൂളിൽ വെച്ചുകൊണ്ടായിരുന്നു. ബാലുശ്ശേരി സ്കൂളിൽ വെച്ചുകൊണ്ടായിരുന്നു. എല്ലാ മുസ്ലിം സംഘടനകളും അതിനെതിരെ രംഗത്തിറങ്ങി, ശക്തമായ സമരമുണ്ടായി. ഉടനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ത്, അത് ആ തീരുമാനം അതാത് PTA കമ്മിറ്റികൾ ചേർന്ന് അവരുടെ തീരുമാനത്തിന് വിട്ടു, സർക്കാർ അതിൽ നിർബന്ധിക്കുകയില്ല. അത് വേണമെന്ന് വെച്ചാൽ ഓരോ സ്കൂളുകൾക്കും തീരുമാനിക്കാം വേണോ വേണ്ടെന്നുള്ളത്. PTA കൂടിയാൽ മതി. അതോടുകൂടി ചില മുസ്ലിം സംഘടനകൾ വന്നിട്ട് അതിനോട് സ്വാഗതം ചെയ്തു. തീരുമാനം ഉഷാറായി. നമ്മൾ അന്നേ പറഞ്ഞു അത് സ്വാഗതം ചെയ്യേണ്ട തീരുമാനമല്ല. കാരണം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാലും അതവിടെ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഓരോ സംവിധാനങ്ങൾ തീരുമാനിച്ച് ചിലയിടത്തൊക്കെ നടക്കും, ചില കുട്ടികൾ ഇടും. അതെന്തായി ഇപ്പോൾ ഒരു 4-5 കൊല്ലം പിന്നിട്ടപ്പോൾ ഇന്ന് ജെൻഡർ ന്യൂട്രൽ രൂപത്തിലേക്ക് ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടെ ഡ്രസ്സ് എത്ര വന്നു നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ചത്. സ്കൂൾ വിട്ടു പോകുമ്പോൾ അങ്ങാടിയിൽ നോക്കുകയുള്ളൂ, ആണാണോ പോണത് പെണ്ണാണോ പോണത് മനസ്സിലാവില്ല. ഈ 2-3 കൊല്ലം കൊണ്ടുണ്ടായതാണ്. എന്താ സംഭവം എന്നറിയാം? ഞങ്ങൾ അധ്യാപകരാണ്, ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്ലാസ്സിൽ കുട്ടികളോട് വരുമ്പോൾ 40 കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ ആദ്യം 10 കുട്ടികൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടും, പിന്നെ അത് 12 ആവും, പിന്നെ 15 ആവും, പിന്നെ 18 ആവും, പിന്നെ അതിന് എണ്ണം അങ്ങനെ കൂടും. പിന്നെ അതിൽ ഇടൂലാന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ സമ്മർദ്ദത്തിലാവും. പിന്നെ അവർ വീട്ടിൽ പോയിട്ട് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഞങ്ങൾ 4-5 ആൾക്കാർ മാത്രമേ ഇടാത്തുള്ളൂ. അപ്പോൾ രക്ഷിതാക്കൾക്ക് സമ്മർദ്ദമായി. അവസാനം രക്ഷിതാക്കൾ അവർക്കും വാങ്ങി കൊടുക്കും. അങ്ങനെയാണ് എല്ലാവരും എന്ത് ചെയ്യുക? ആ രീതിയിലേക്ക് പോകുക. അതേപോലെ ഇസ്ലാം വിലക്കിയതാണ് മദ്യപാനം എന്നത്, ലഹരി എന്നത്, ആണും പെണ്ണും കൂടിക്കലരുക എന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു, റിസൾട്ട് വന്നു കേരളത്തിൽ. ആ റിസൾട്ട് വന്നപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളുണ്ടായി. ആ ആഹ്ലാദ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് കേരളത്തിൽ സജീവമായി നിലനിൽക്കുകയാണ്. സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽപ്പെട്ട പ്രഭാഷകന്മാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഈ ആണും പെണ്ണും DJ പാർട്ടിയായി കടന്നു മറിയുന്ന രീതിയിലുള്ള രീതി നമ്മുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിന് പറ്റിയതല്ല എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തെ പോലെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ കുറിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് തൊട്ടടുത്ത ദിവസമാണ് ഗവർണർ വന്ന് പറഞ്ഞു, ഈ DJ പാർട്ടിയും അതുപോലെയുള്ള സംസ്കാരവും നമ്മുടെ നാടിന് പറ്റിയതല്ല. ഗവർണർ പറഞ്ഞു. അവർക്ക് പറയുന്നതിന് വേറെ താല്പര്യങ്ങളും വേറെ വീക്ഷണകോണുകളും ഉണ്ടാകാം, പക്ഷെ അവരത് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഫേസ്ബുക്കിൽ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിലിപ്പ് മാത്യു എന്ന് പറയുന്ന ഒരു ലീഡർ വന്നുകൊണ്ട് അദ്ദേഹം വിശദമായി എഴുതി, ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന രീതിയല്ല ഇത്. എന്ത് പരിപാടി കഴിഞ്ഞാലും ഇന്ന് വേഗം DJ പാർട്ടിൻ്റെ അതുപോലുള്ള ആളുകൾക്കും ഫോൺ ചെയ്ത് പറയാം, അവരെ ഏൽപ്പിക്കുക, അവർ വരിക, എന്നിട്ട് അതിന് നിറഞ്ഞാടുക. ഇപ്പോൾ ട്യൂഷൻ സെൻ്ററുകൾ, പണ്ടൊക്കെ ട്യൂഷൻ സെൻ്റർ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് എവിടെ നോക്കിയിട്ടാണ് കുട്ടികളെ ചേർത്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരു മാസത്തിൽ കൂടുതൽ DJ പാർട്ടി നടത്തുന്ന ട്യൂഷൻ സെൻ്റർ ഏതാണെന്ന് നോക്കുക, കുട്ടികൾ അവിടെ കുട്ടികളെ കൂടെ ചേർത്ത്. എന്തും ഒരു ആഘോഷത്തിന്റെ ത്വര. അങ്ങനെ ആണും പെണ്ണും തമ്മിൽ കൂടിയാടുക, അവിടെയാണ് ലഹരി കടന്നു വരുന്നത്. ഈ ലഹരിയും DJ പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, കണക്കുകൾ നിരത്തേണ്ടതില്ല. അത് നടക്കുന്ന സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുഴുവൻ വീടുകളിലും ഇതിന്റെ പരിശീലന കേരളമായിരിക്കും. കുട്ടി മൊബൈൽ ഇങ്ങനെ വെക്കും ജനലിന്റെ അവിടെ വെച്ചിട്ട് ഇത് കളിച്ചു പഠിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുമോ? പാടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? ഇന്ന് സ്കൂളിൽ കളിക്കണം.
പിന്നെ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഇത് ചെറിയ വിഷയമല്ല, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യദ്ഹബൽ ഇൽം, ഈ ഇൽമ് ഉയർത്തപ്പെടുക എന്നത്, വയദ്ഹറുൽ ജഹൽ, അതേപോലെ തന്നെ അജ്ഞത സ്ഥിരപ്പെടുക എന്നത്, വയശ്റബുൽ ഖംർ, മദ്യപാനം വ്യാപിക്കുക എന്നത്, അതുപോലെ തന്നെ വയഫ്സിന, വ്യഭിചാരം വ്യാപിക്കുക എന്നത്. ഇതൊക്കെ അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ലഹറത്തുൽ ഖൈനാത്ത് എന്ന് വേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. നർത്തകികൾ, വീണവാദ്യങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ അകമ്പടികൾ. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ, പ്രവാസ ലോകത്ത് ഇന്ന് ഇതിന് എമ്പാടും പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സംഭവമായി എല്ലാവരും പോയി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഇന്ന് വിവാഹത്തിന്റെ പാർട്ടികൾ അതിന് പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കരണ്ടാണ് പോവുകയാണ്, പടക്കം പൊട്ടുന്നത് പോലെ 4 പൊട്ടൽ പൊട്ടുകയാണ്, പുക വരികയാണ്. പിന്നെ ആ പുക അങ്ങോട്ട് മാഞ്ഞു വരുമ്പോൾ അവിടെ പ്രത്യേക ടീം വന്നുകൊണ്ട് കളി തുടങ്ങുകയാണ്. എന്തവസ്ഥ? ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് ഇന്ന് കുറ്റക്കാരൻ. ചെയ്യുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. ഈ നാട് എവിടെ പോയി അവസാനിക്കും? എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് പരീക്ഷണങ്ങൾ വരാതിരിക്കുക? ഈ ഹദീസ് പറഞ്ഞതിന്റെ തുടക്കത്തിൽ എന്താണെന്നറിയോ? ഭൂമി കുലുക്കമുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുന്നതിന്റെ കാരണമായി കൊണ്ടാണെന്ന് പറഞ്ഞത്. ഈ അവസ്ഥയിലേക്ക് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമെന്നാണ്. പ്രളയങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുക, മറുഭാഗത്തോ ഈ രീതിയിലേക്ക് ചപ്പുചവർ സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കൊണ്ടുവരുന്ന സർക്കാരുകൾക്കാണ് ഇനി വോട്ടുള്ളൂ എന്ന അവസ്ഥയിലേക്ക് വരുന്നു. നൈറ്റ് ലൈഫുകൾ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഇവിടെയാണ് നെല്ലും പതിരും വേർതിരിച്ച്, ആ ഹക്കും ബാത്തിലും വേർതിരിച്ച് ആ ഹക്കിനോടൊപ്പം നിലകൊള്ളാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിം സമുദായം ആ നിലക്ക് തന്നെ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്ക് വരാനുണ്ട് എന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രവാസ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും നെല്ലും പതിരും വേർതിരിച്ചറിയണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിത്തറ പഠിച്ചേ പറ്റും. അത് പഠിച്ചാൽ ഏതാ ശരി, ഏതാ തെറ്റ്, എനിക്ക് പറ്റുന്നത് ഏതാ, പറ്റാത്തത് ഏതാണെന്ന് ശരിക്കും മനസ്സിലാവും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പൊങ്ങുതടികളായി നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം മരിച്ചു പോകുമ്പോൾ സുഹൃത്തുക്കളെ വലിയ ഗർത്തത്തിലേക്കായിരിക്കും നമ്മൾ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ല, പരലോകത്താണ് ജീവിതം. അവിടെ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ വില പറയേണ്ടി വരും. യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ആ രീതി നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, SIR ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഡിസംബർ 23-ാം തീയതി, എത്ര തീയതി? ഇന്ന് 19 അല്ലേ? 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ SIRൻ്റെ കരട് പട്ടിക വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കരടിൽ നമ്മുടെ എല്ലാവരുടെയും പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. നമ്മളെല്ലാവരും ഇപ്പോൾ അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഈ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്തത് പട്ടികയിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഈ 23-ാം തീയതി പുറത്തിറങ്ങുന്ന രേഖയിൽ ഉണ്ടോ എന്ന് നമ്മളെല്ലാവരും നോക്കണം. ഒന്നതാണ്. ഇനി അതിൽ തന്നെ ചിലർക്ക് ഹിയറിംഗ് പിന്നെ വേണ്ടി വരും, രേഖകൾ ഹാജരാക്കേണ്ട അവസ്ഥ വരും. അഥവാ 2002 മാതാപിതാക്കളും അതുപോലുള്ള ആളുകളൊന്നും ലിസ്റ്റിലില്ലാത്ത ആളുകൾക്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും. അതിൽ 12 രേഖകൾ പറഞ്ഞിട്ടുണ്ട്. ആ രേഖകൾ പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് കൊണ്ടുപോയി ഹാജരാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം എന്തെയും പരിഹരിക്കും. അവർ ബേജാറാകേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് പിന്നാലെ എന്ത് ചെയ്യണം? പോകണം, ആ രേഖകൾ നമ്മൾ ഹാജരാക്കണം. പിന്നെ നേരത്തെ വോട്ടർ അല്ലാത്ത 2026 ജനുവരി 1-ന് 18 വയസ്സ് തികയുന്നവർ അന്തിമ പട്ടികയിൽ പേര് വരാൻ വേണ്ടി ഫോറം നമ്പർ 6 പൂരിപ്പിച്ചു കൊടുക്കണം. അതായത് 2026 ജനുവരി 1-ന് 18 വയസ്സ് പിന്നെ തികയുന്ന ആൾക്കാർ അവർ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? ഫോറം 6 പൂരിപ്പിച്ചു കൊടുത്ത് വോട്ടറായി മാറണം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫോറം 6A എന്നൊരു ഫോമാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ ഫോം പൂരിപ്പിച്ചിട്ട് അവരും എന്ത് ചെയ്യണം? വോട്ടർമാരായി മാറണം. ഈ കാര്യം നിങ്ങൾ പ്രവാസ ലോകത്തുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളെല്ലാ ആളുകളൊക്കെ ബോധവൽക്കരിക്കണം. നിർബന്ധമായും 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടർ പട്ടികയിൽ വരിക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രധാനമാണ്. ചില ആൾക്കാർ ഞാൻ വോട്ടൊന്നും ചെയ്യില്ല, എന്തിനാ? ഇത് വോട്ടിൻ്റെ വിഷയം മാത്രമല്ല, ഇത് ഭാവിയിൽ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു അടിസ്ഥാന രേഖയാണ്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണേ അടിസ്ഥാനമാണെന്ന് അദ്ദേഹം ഇന്ത്യൻ പൗരനാകണമെന്നത്. ഇനി വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പൗരനാകണമെങ്കിൽ എന്തിനു വേണം? വോട്ടർ പട്ടികയിൽ പേര് വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം തന്നെ നോക്കി നിങ്ങൾ
40 വയസ്സ് പ്രായമുള്ള ഒരാളാണ് പിന്നെ ഇപ്പോൾ അവനവൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. 4-5 ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളാണ് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത് കാണിക്കേണ്ടത്. കാരണം എന്താ, 2002 രണ്ടിത്തെ നിയമം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മാനദണ്ഡം ഇന്ന് 2025 മാനദണ്ഡമാക്കിയിട്ടായിരിക്കും പറയാം. അപ്പോൾ നമ്മളെ പേരില്ലെങ്കിൽ ആ പ്രശ്നമാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് കൂട്ടി വായിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ പോകുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആ വിഷയത്തിൽ പറയാനുള്ളത്, പ്രത്യേക അജണ്ട വെച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ SIRന്റെ മറയിൽ കൂടുതൽ വ്യാജ വോട്ടുകൾ കൊണ്ടുവരാൻ ചിലരൊക്കെ ശ്രമിക്കാൻ സാധ്യതയേറെയാണ്. അതിനുള്ള ചില ലൂപ്പ് ഹോളുകൾ ഇതിലുണ്ട് എന്നാണ് ഇത് പഠിച്ച വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസം നീട്ടുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധ എടുക്കാൻ പോണത്, നമ്മളെ ശ്രദ്ധയൊക്കെ പോണത് നമ്മളെ പേര് അതിലുണ്ടോയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒഴിഞ്ഞു പോയിക്കണോ എന്നുള്ളടത്തേക്ക് നമ്മളെ ഫോക്കസ് പോണത്. അത് നോക്കണം. ആ ഫോക്കസിൻ്റെ ഇടയിൽ അവനവൻ ആവശ്യമുള്ള ചില മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. 10-13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 വോട്ട്, 100 വോട്ട്, 20 വോട്ട്, 500 വോട്ടിന്റെ ഒക്കെ വ്യത്യാസത്തിലാണെന്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അവിടെ കുറച്ച് വോട്ട് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ തൃശ്ശൂർ മോഡൽ ചെയ്യാൻ ഇവർക്കൊരു പ്രശ്നമില്ല. അതിന് SIRന്റെ വഴി ഉപയോഗപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ വഖഫ് നിയമം ഇവിടെ പാസ്സാക്കി കഴിഞ്ഞു, ഭേദഗതി നിയമം പാസ്സാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണെന്ത്, ഒരു പോർട്ടൽ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. ഉമീദ് എന്നാണ് അതിൻ്റെ പേര്. ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്വത്ത് മാത്രമേ ഇനി വഖഫ് സ്വത്തായിട്ട് ഉണ്ടാവുകയുള്ളൂ. രാജ്യത്തിൻ്റെ സംരക്ഷണം കിട്ടുന്ന സ്വത്തായിട്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്വത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഒന്ന് ഭാഷ മാറ്റി പറഞ്ഞാൽ SIR പോലെ തന്നെ. SIR വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നിലവിലുള്ള വോട്ടർ പട്ടിക ക്യാൻസലായില്ലേ? നിലവിലുള്ളത് മുഴുവൻ നമ്മൾ പണ്ട് നോട്ട് നിരോധിച്ചില്ലേ? നോട്ട് നിരോധിച്ചിട്ട് ആ നോട്ടൊക്കെ ഇനി പറ്റില്ല അറിഞ്ഞില്ലേ? പിന്നെ വന്ന നോട്ട് അതേപോലെ SIR വന്നപ്പോൾ നിലവിലുള്ള പട്ടിക മുഴുവൻ ക്യാൻസൽ ചെയ്തു. ഇനി SIRലൂടെ അപേക്ഷ കൊടുക്കുന്നവർ മാത്രമേ വോട്ടറാവുള്ളൂ എന്ന് പറഞ്ഞു. ഇതേപോലെയാണെന്ത് ഇപ്പൊ നിലവിൽ രാജ്യത്തുള്ള എല്ലാ വഖഫ് സ്വത്തുകളും ക്യാൻസൽ ചെയ്തു, ഒക്കെ ക്യാൻസൽ ചെയ്തു. ഇനി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമേ എന്താവുള്ളൂ, വഖഫ് സ്വത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ പിന്നെ രജിസ്റ്റർ ചെയ്യണോ വേണ്ടേ? നമ്മൾ പറയും ചെയ്യണ്ടേ. ചെയ്താലേ അതെന്താവുള്ളൂ, വഖഫ് സ്വത്താവും. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, എല്ലാം ചെയ്യേണ്ടതില്ല. ഏതേ ചെയ്യേണ്ടതുള്ളൂ? വഖഫ് ആധാരമുള്ള സ്വത്ത് മാത്രമേ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ. വഖഫ് ആയിട്ട് ആധാരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവുന്നത് വഖഫ് ആധാരം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് മാത്രമാണ് അതിൽ കൊണ്ടുപോയത്. അത് നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഗവൺമെന്റിന്റെ മിച്ചഭൂമിയായിട്ടും മറ്റും ഗവൺമെന്റ് കണ്ടെത്തുന്ന ഭൂമിയായിട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വഖഫ് നമ്മൾ ആധാരം പരിശോധിക്കണം. പരിശോധിച്ചത് വഖഫ് ആധാരമാണ് എങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം, അത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ അത് വഖഫ് ആധാരമല്ലെങ്കിൽ അത് ഏതെങ്കിലും സൊസൈറ്റിയുടെ പേരിലോ മറ്റ് കാര്യങ്ങളുടെ പേരിലോ ഒക്കെയുള്ള ആധാരം നമ്മൾ ദാനം കൊടുക്കാറുണ്ടല്ലോ, തീരാധാരമായി ദാനാധാരമായി കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥാപനങ്ങളും പള്ളികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇപ്പോൾ നിർബന്ധമായി അതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകേണ്ടതുമില്ല. അതിന് ഇവിടെ നാട്ടിലിപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കണില്ലേ, സാധാരണ ആരാധനാലയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണില്ലേ, അതിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്തിനും കിട്ടും, ഈ സംഗതികൾക്കും കിട്ടും. അപ്പോൾ അത് വെറുതെ ആവശ്യമില്ലാതെ അതിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ചില ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ തന്നെ പ്രശ്നമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഇത്. അപ്പോൾ ഒന്നും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാതെ പോയാൽ എന്താ ഉണ്ടാകുക? ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വഖഫ് ആധാരമുള്ളതുണ്ട്, അതൊന്നും എന്താവില്ല, ലീഗലായി മാറില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ എല്ലാം കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഇപ്പോൾ വഖഫിലേക്ക് എത്തിപ്പെടാത്ത സംഗതിയൊക്കെ ഇനി ഇതിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വേർതിരിച്ച് ഇതിനാണ് എന്ത് വായിക്കണം എന്ന് പറയുന്നത്. ഇതെവിടെ വരും? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേർപ്പദം, അതുപോലെയുള്ള വാരികകൾ, അതിലുള്ള ലേഖനങ്ങളിലുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ, ഇതൊക്കെ കേൾക്കും പഠിക്കുമാണ്. അങ്ങനെ കണ്ണ് തുറന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകേണ്ടത്. ഡിസംബർ 6 എന്നത് നീട്ടി 2026 മെയ് മാസം വരെ 5 മാസം ഇത് നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഡിസംബർ 6 അവസാനം എന്ന് പറഞ്ഞിരുന്നു ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാണ്. അത് നീട്ടി 2026 മെയ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് 5 മാസം. കേരള വഖഫ് ട്രിബ്യൂണൽ കോഴിക്കോട് ഉത്തരവ് പ്രകാരമാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അതായത് സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാണെന്ത്, ഈ സമയം എല്ലാവർക്കും നീട്ടിത്തരാൻ കഴിയില്ല,
നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വഖഫ് ട്രിബ്യൂണലിനെ നിങ്ങൾക്ക് സമീപിക്കാം. അങ്ങനെ നമ്മുടെ വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചു. വഖഫ് ട്രിബ്യൂണലിൽ നിന്നുണ്ടായ ഉത്തരവാണെന്ത്, 5 മാസം നീട്ടി തന്നു. ഇനി അത് അവർ അംഗീകരിക്കുക കൂടി ചെയ്താൽ 5 മാസം കിട്ടും. ഈ 5 മാസത്തിനുള്ളിൽ ഈ കാര്യം വൃത്തിയായിട്ട് എന്ത് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ ബോധമുള്ളവരായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അല്ല ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ജീവിതവും എൻ്റെ റൂമും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടിയാൽ അവസാനം നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വായ തുറന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടി മരിച്ച് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. നമ്മളെ ബിസിനസ്സിൻ്റെയും കച്ചവടത്തിൻ്റെയും പരക്കം പാസിൻ്റെയും അടിയിൽ ദീനി കാര്യങ്ങൾ മറന്നു പോകണം. അതിന് ഇൻഷാ അല്ലാഹ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പ്രബോധന സംരംഭങ്ങളും ഈ സൗദി അറേബ്യയിൽ അതിൻ്റെ വ്യത്യസ്ത സെൻറ്ററുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കും, നിങ്ങളെ കുട്ടികളെ മദ്രസ പഠിപ്പിക്കാനും ഈ രംഗത്ത് നിലകൊള്ളാനും. അല്ലാതെ ഇതിന് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാനും ഇതിൻ്റെ കൂടെ അവരുടെ ആൾക്കാരെ ഉണ്ടാക്കേണ്ടിയും ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം സഞ്ചരിക്കാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.